ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 4 സവാള, 3 തക്കാളി, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളിയുടെ അല്ലി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് എടുക്കണം. കറിവേപ്പിലയും ചേർക്കണം. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ സവാള അരിഞ്ഞതും പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം 2-3 മിനിറ്റ് നേരം വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ചുമന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് അതിലിട്ട് വഴറ്റാം. ഇനി പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ആ തക്കാളി അരിഞ്ഞത് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് അതിലിട്ട് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. രണ്ട് 3 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഇനി ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വെന്തിട്ടില്ല. ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. എല്ലാം തക്കാളിയൊക്കെ ഒന്ന് ചെറുതാക്കി ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ഈ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കുക. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് 2-3 മിനിറ്റ് നേരം അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നത്. ഇതൊരു പകുതി വേവായി കഴിയുമ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് വേകാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിൽ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ മസാല, ഗരം മസാല, ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഓരോ പ്രാവശ്യം ചിക്കൻ കറി വയ്ക്കുമ്പോഴും നമുക്ക് പല രീതിയിൽ വയ്ക്കാം. ഒന്നും കൂടെ മൂടി വയ്ക്കാം. 10 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റണം. അപ്പോഴാണ് ആ ചാറ് ടേസ്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ ഒന്നും കൂടെ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക. താങ്ക് യു.